ഗുഡ് മോർണിംഗ് ഓൾ. ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറലൈസേഷൻ ഓഫ് ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിളാണ്. തിയറം: ലെറ്റ് എഫ് ബി മെറോമോർഫിക് ഇൻ ദ റീജിയൻ ജി വിത്ത് സീറോസ് z1, z2, etc. zn and the poles p1, p2, etc. pm counted according to multiplicity. If G is analytic in G and gamma is closed rectifiable curve in G with gamma homeomorphic to zero and not passing through any Z0 or Zi or Pj, then 1 by 2 pi I integral gamma G into f dash by f equal to summation I equal to 1 to n G of Zi into n of gamma Zi minus summation J equal to 1 to m G of Pi into n gamma of n of gamma Pj. നമുക്കിതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എ എന്ന് പറയുന്ന ലെറ്റ് എ ബി എ സീറോ ഓഫ് എഫ് ഓഫ് ഇസഡ് ഓഫ് ഓർഡർ എൻ ഓർഡറുള്ള ഒരു പോളിനോമിയലിൻ്റെ സീറോ ആയിട്ട് നമ്മൾ എയിനെ എടുത്തു. ദെൻ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് മൈനസ് എ ദ ഹോൾ റേസ് ടു എൻ എച്ച് ഓഫ് ഇസഡ്, വെയർ എച്ച് ഓഫ് ഇസഡ് ഇസ് അനലറ്റിക് ആൻഡ് എച്ച് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ. നൗ അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേനും എഫ് ഡാഷ് ഓഫ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു എൻ ബൈ ഇസഡ് മൈനസ് എ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ഇസഡ് ബൈ എച്ച് ഓഫ് ഇസഡ് എന്ന് കിട്ടും. ഇനി ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷനാണ്. കാരണം എച്ച് ഓഫ് ഇസഡുകളെല്ലാം അനലിറ്റിക് ആയതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ആയിരിക്കും. എവിടെ അറ്റ് ഇസഡ് ഈസ് ഇക്വൽ ടു എ ഹാസ് എ സീറോ വിത്ത് ഓർഡർ എൻ. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ഈസ് ഇക്വൽ ടു ഇസഡ് മൈനസ് എ ദ ഹോൾ റേസ് ടു എൻ എച്ച് ഓഫ് ഇസഡ്, വെയർ എച്ച് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് ഡെറിവേറ്റീവ് എടുക്കുമ്പം എഫ് ഡാഷ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ നമ്മൾ എഫ് ഓഫ് ഇസഡ് എടുക്കുകയാണ്. ആദ്യമേ നമുക്ക് എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഇൻറ്റു ഇസഡ് മൈനസ് എ ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1 എച്ച് ഓഫ് ഇസഡ് പ്ലസ് എച്ച് ഡാഷ് ഓഫ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് എ ദ ഹോൾ റേസ് ടു എൻ. അത് നമുക്കറിയാവുന്നതാണ്. ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ഇസഡ്, എഫ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോഴത്തേന് എൻ ഇൻറ്റു ഇസഡ് മൈനസ് എ ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എച്ച് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ എൻ മൈനസ് എ ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു എച്ച് ഓഫ് ഇസഡ് പ്ലസ് എച്ച് ഡാഷ് ഓഫ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് എ ദ ഹോൾ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് എ ദ ഹോൾ റേസ് ടു എൻ. അതിൽ ഇസഡ് മൈനസ് എ ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1ഉം ഇസഡ് മൈനസ് എ ദ ഹോൾ റേസ് ടു എന്നും ഇവിടെ ക്യാൻസൽ ആകുമ്പോഴത്തേനും പിന്നെ എച്ച് ഓഫ് ഇസഡും ക്യാൻസൽ ആകും. അപ്പോൾ നമുക്ക് കിട്ടും എൻ ബൈ ഇസഡ് മൈനസ് എ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് ഇസഡ്. ഇതെങ്ങനെയാണ് കിട്ടിയെന്നാണ് നമ്മളിപ്പോൾ കാണിച്ചത്. മൾട്ടിപ്ലൈ വിത്ത് ജി ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് ഇൻറ്റു ജി ഓഫ് ഇസഡ് ചെയ്യുമ്പം ജി ഓഫ് ഇസഡ് ഇൻറ്റു എൻ ബൈ ഇസഡ് മൈനസ് എ പ്ലസ് ജി ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് ഇസഡ്. ഇനി റെസിഡ്യൂ എടുക്കുകയാണ്. റെസിഡ്യൂ ഓഫ് ഇസഡ് ഈക്വൽ ടു എ ജി ഓഫ് ഇസഡ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ലിമിറ്റ് ഇസഡ് മൈനസ് എ ഇസഡ് ടെൻസ് ടു എ ഇസഡ് മൈനസ് എ ജി ഓഫ് ഇസഡ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ്. ഇനി എഫ് ഡാഷ് ഓഫ് ഇസഡ് ജി ഓഫ് ഇസഡ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് കിട്ടും ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എ ഇസഡ് മൈനസ് എ ജി ഓഫ് ഇസഡ് ഇൻറ്റു എൻ ബൈ ഇസഡ് മൈനസ് എ പ്ലസ് ജി ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് ഇസഡ് ബൈ എച്ച് ഓഫ് ഇസഡ്. എന്നിട്ട് നമുക്ക് ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എ ഇസഡ് മൈനസ് എ ഇൻറ്റു ജി ഓഫ് ഇസഡ് ഇൻറ്റു എൻ ബൈ ഇസഡ് മൈനസ് എ പ്ലസ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എ ഇസഡ് മൈനസ് എ ഇൻറ്റു ജി ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് ഇസഡ് ബൈ എച്ച് ഓഫ് ഇസഡ്, which implies
ജി ഓഫ് ഇസഡ് ഇൻറ്റു എൻ പ്ലസ് 0 എന്ന് കിട്ടും. കാരണം ഇസഡ് മൈനസ് എ നമുക്ക് ക്യാൻസലായി പോകും ഫസ്റ്റ് ടൈമിൽ. പക്ഷേ സെക്കൻഡ് ടൈമിൽ ക്യാൻസലായി പോകാത്തത് കൊണ്ട് ഇസഡ് ടെൻസ് ടു എയിലേക്ക് പോകുമ്പം ആ സെക്കൻഡ് ടൈം 0 ആയിപ്പോവും. അപ്പോൾ നമുക്ക് കിട്ടും എൻ ഇൻറ്റു ഇസഡ് ജി ഓഫ് ഇസഡ് എന്ന് കിട്ടും. ഇനി നമ്മൾ ആദ്യമേ എ എന്ന് പറയുന്നത് ഒരു 0 ഓഫ് എഫ് ഓഫ് ഇസഡ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇവിടെ നമ്മൾ ഇനി ചെയ്യുന്നത് ബി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പോളിനെ എഫ് ഓഫ് ഇസഡിൽ എടുക്കുകയാണ്. ഓർഡർ എം ഉള്ള പോളിനോമിയലിനകത്ത് ബി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോളാണ് എഫ് ഓഫ് ഇസഡിൻ്റെ. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ അതിന് ഓർഡർ എമ്മും ഉണ്ട്. അപ്പോൾ നമ്മൾ എഴുതാണ് എഫ് ഓഫ് ഇസഡ് ഈസ് ഇക്വൽ ടു എച്ച് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ബി ദ ഹോൾ റേസ് ടു എം ഈസ് ഇക്വൽ ടു ഇസഡ് മൈനസ് ബി ദ ഹോൾ റേസ് ടു മൈനസ് എം എച്ച് ഓഫ് ഇസഡ്. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പം എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് മൈനസ് എം ഇൻറ്റു ഇസഡ് മൈനസ് ബി ദ ഹോൾ റേസ് ടു മൈനസ് എം പ്ലസ് 1 എച്ച് ഓഫ് ഇസഡ് പ്ലസ് എച്ച് ഡാഷ് ഓഫ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് ബി ദ ഹോൾ റേസ് ടു മൈനസ് എം. ഇനി എഫ് ഡാഷ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ഇസഡ് എടുക്കുമ്പം ആ വാല്യൂ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പം മൈനസ് എം ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് ബി പ്ലസ് എച്ച് ഡാഷ് ഓഫ് ഇസഡ് ബൈ എച്ച് ഓഫ് ഇസഡ് നമുക്ക് കിട്ടും. ഇനി നമ്മളൊരു ജി ഓഫ് ഇസഡിനും കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജി ഓഫ് ഇസഡ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് ഇസ് ഇക്വൽ ടു മൈനസ് എം ഇൻറ്റു ജി ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ബി പ്ലസ് ജി ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ എച്ച് ഓഫ് ഇസഡ് എന്ന് കിട്ടും. ഇനി റെസിഡ്യൂ എടുക്കുമ്പോൾ റെസിഡ്യൂ ഇസഡ് ഈസ് ഇക്വൽ ടു ബി ജി ഓഫ് ഇസഡ് എഫ് ഡാഷ് ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ എഫ് ഓഫ് ഇസഡ് ഈസ് ഇക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ബി മൈനസ് എം ജി ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ബി പ്ലസ് ജി ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് ഇസഡ് ബൈ എച്ച് ഓഫ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് ബി. അപ്പോൾ ലിമിറ്റും ഇസഡ് മൈനസ് ബിയും നമ്മൾ ഓരോ ടീമിനെ കൊടുക്കുമ്പം നമുക്ക് കിട്ടും മൈനസ് എം ഇൻറ്റു ജി ഓഫ് ഇസഡ് എന്ന് കിട്ടും. അപ്പം ഇതെന്ന് പറയുന്ന എല്ലാ സീറോകൾക്കും എല്ലാ പോളുകൾക്കും ട്രൂ ആണെന്നാണ് പറയുന്നത്. അപ്പം നൗ ബൈ റെസിഡ്യൂ തിയറം വെച്ചിട്ട് 1/2πi ഇൻ്റഗ്രൽ ഗാമ എഫ് എന്ന് പറയുന്നത് ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to m n ഇൻറ്റു ഗാമ എ കെ റെസിഡ്യൂ എഫ് എ കെ. ഇതാണ് റെസിഡ്യൂ തിയറം. വി ഹാവ് 1/2πi ഗാമ ഇൻ്റഗ്രൽ ഗാമ ജി ഓഫ് ഇസഡ് എഫ് ഡാഷ് ഓഫ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് സമ്മേഷൻ ഐ എൻ ഇൻറ്റു ഗാമ ഇസഡ് ഐ റെസിഡ്യൂ ഇസഡ് ഈസ് ഇക്വൽ ടു ഇസഡ് ഐ ജി ഓഫ് ഇസഡ് എഫ് ഡാഷ് ഓഫ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് എന്ന് കിട്ടും. പ്ലസ് സമ്മേഷൻ ജെ എൻ ഗാമ പി ജെ റെസിഡ്യൂ ഇസഡ് ഈസ് ഇക്വൽ ടു പി ജെ ജി ഓഫ് ഇസഡ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എച്ച് ഡാഷ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് ഇസഡ് എന്ന് കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ റെസിഡ്യൂ ഓഫ് ജി ഓഫ് ഇസഡ് എഫ് ഡാഷ് ഓഫ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡിൻ്റെ പോളിൻ്റെ വാല്യൂ സീറോയിൻ്റെ വാല്യൂ നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സമ്മേഷൻ ഐ ഇൻറ്റു എൻ ഓഫ് ഗാമ ഇസഡ് ഐ ഇൻറ്റു എൻ ജി ഓഫ് ഇസഡ് ഐ മൈനസ് സമ്മേഷൻ ജെ എൻ ഓഫ് ഗാമ പി ജെ ഇൻറ്റു എം ജി ഓഫ് പി ജെ എന്ന് കിട്ടും. വേർ ഈച്ച് ടേം എൻ ഓഫ് ഗാമ ഇസഡ് ഐ ജി ഓഫ് ഇസഡ് ഐ ആൻഡ് എൻ ഓഫ് ഗാമ പി ജെ ഇൻറ്റു ജി ഓഫ് പി ജെ repeated as many times at the order of zeros at Zi and pole at Pj. നമ്മൾ കുറേ പ്രാവശ്യം n ടൈംസിൽ m ടൈംസിൽ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടും 1/2πi ഇൻ്റഗ്രൽ ഗാമ ജി ഓഫ് ഇസഡ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് സമ്മേഷൻ ഐ എൻ ഗാമ ഓഫ് ഇസഡ് ഐ ജി ഓഫ് ഇസഡ് ഐ മൈനസ് സമ്മേഷൻ ജെ എൻ ഗാമ ഓഫ് പി ജെ ഇൻറ്റു പി ജി ഓഫ് പി ജെ എന്ന് കിട്ടും. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്.
ഇതിനെയാണ് ജനറലൈസേഷൻ ഓഫ് ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഒരു പ്രപ്പോസിഷനാണ് പറയുന്നത്. ലെറ്റ് എഫ് ബി അനലിറ്റിക് ഓൺ ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ബി ഓഫ് എ ആർ ആൻഡ് സപ്പോസ് ദാറ്റ് എഫ് ഈസ് 1 ഓൺ ബി ഓഫ് എ ആർ ഇഫ് ഒമേഗ ഈസ് ഇക്വൽ ടു എഫ് ഓഫ് ബി ഓഫ് എ ആർ ആൻഡ് ഗാമ ഈസ് ദ സർക്കിൾ mod z minus a equal to r, then f inverse of omega is defined for each omega in big omega by formula f inverse of omega is equal to 1 by 2 pi I integral gamma z into f dash of z divided by f of z minus omega dz എന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ട് ആദ്യം ലെറ്റ് ഒമേഗ എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് നമ്മൾ ബിഗ് ഒമേഗയിൽ എടുക്കുകയാണ്. ബിഗ് ഒമേഗ എന്ന് പറയുന്നത് എഫ് ഓഫ് ബി ഓഫ് എ ആർ ആണ്. എഫ് എന്ന് പറയുന്നത് 1 ആണെന്ന് തന്നിട്ടുണ്ട് ഇവിടെ ബി ഓഫ് എ ആറിൽ. അപ്പം ഫങ്ഷൻ എഫ് ഓഫ് ഇസഡ് മൈനസ് ഒമേഗ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ഓൺലി 1 0. അതിനെയാണ് ഡബ്ല്യു എന്ന് വിളിക്കുന്നത് എവിടെ ബി ഓഫ് എ ആറിൽ. ഇത് 1 ഫങ്ഷൻ ആയതുകൊണ്ട് ഇതിനെന്തേ കാണുള്ളൂ, ഒരൊറ്റ 0 മാത്രമേ കാണുള്ളൂ, പോൾസ് കാണില്ല എന്നാണ് പറയുന്നത്. അപ്പം എഫ് എന്ന് പറഞ്ഞ ഫങ്ഷൻ 1 ഓൺ ബി ഓഫ് എ ആറിലായതുകൊണ്ട് അതിന് ഒരേ ഒരു 0 ഉള്ളൂ, അത് ഡബ്ല്യു ആണ്. അതെവിടെയാണുള്ളത്? ബി ഓഫ് എ ആറിലുണ്ട്. ഇനി നെയിമിൽ ദ എലമെൻറ്റ്സ് ഓഫ് ബി എ ആർ which is mapped to omega denoted by f inverse of omega. എന്ന് വെച്ചാൽ ബി ഓഫ് എ ആറിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെ ഒമേഗയിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെ എഫ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ലെറ്റ് ഒമേഗ ഈക്വൽ ടു എഫ് ഓഫ് ഡബ്ല്യു ആണെങ്കിൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ ആയിരിക്കും. എന്ന് വെച്ചാൽ ഡബ്ല്യു എന്ന് പറയുന്നത് ബി ഓഫ് എ ആറിലെ എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ കൊണ്ട് ഡിനോട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇഫ് വി ചൂസ് ജി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ആണെങ്കിൽ ദെൻ ബൈ എബവ് തിയറം നമ്മുടെ ജനറലൈസേഷൻ ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം ജി ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ ഇൻറ്റു എൻ ഓഫ് ഗാമ എഫ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു 1 by 2 pi I ഇൻ്റഗ്രൽ ഗാമ ജി ഓഫ് ഇസഡ് ഇൻറ്റു എഫ് ഓഫ് ഇസഡ് മൈനസ് ഒമേഗ ഡിവൈഡ് ബൈ എഫ് ഓഫ് ഇസഡ് മൈനസ് ഒമേഗ എന്ന് പറയാം. എഫ് ഓഫ് ഇസഡ് മൈനസ് ഒമേഗ ഡാഷ് ബൈ എഫ് ഓഫ് ഇസഡ് മൈനസ് ഒമേഗ ഡി സെഡ് എന്ന് പറയാം. ഇനി നമുക്കറിയാം ഡബ്ല്യു എന്ന് പറയുന്നത് ഒരേ ഒരു 0 ആണ് ഇവിടുത്തെ ബി ഓഫ് എ ആറിൽ. അപ്പം ഒമേഗ എന്ന് പറയുന്നത് എഫ് ഓഫ് ഡബ്ല്യു ആണെന്നറിയാം. ഇപ്പം എഫ് 1 ആയതുകൊണ്ട് ഡബ്ല്യു ബി ഓഫ് എയിൽ ഒരു 0 എലമെൻ്റാണ്. അപ്പോൾ അത് 0യിലേക്ക് തന്നെ മാപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഒമേഗയുടെ വാല്യൂ എന്താണ്? 0 ആയിരിക്കും. അപ്പോൾ ഒമേഗ ഡാഷും എന്തായാലും പറ്റുള്ളൂ 0 ആയിരിക്കും. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ജി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ആണ്. അപ്പോൾ ജി ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഒമേഗയ്ക്ക് പകരം എഫ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ കൊടുത്താൽ മതി. എൻ ഓഫ് ഗാമ എഫ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സീറോസ് ആണ്. ഇവിടെ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഒറ്റ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഒരെണ്ണം. അപ്പം എഫ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ ഇൻറ്റു 1 ഈക്വൽ ടു 1 by 2 pi I ഇൻ്റഗ്രൽ ഗാമ ഇസഡ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് മൈനസ് ഒമേഗ എന്ന് എഴുതാൻ പറ്റും. കാരണം ഒമേഗ ഡാഷ് 0 ആണെന്ന് നമുക്കറിയാം. ജി ഓഫ് ഇസഡിനെ നമുക്ക് ഇസഡായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ ഈ പ്രപ്പോസിഷനും പ്രൂവ് ചെയ്തു. അടുത്തതായിട്ട് റോഷേസ് തിയറമാണ് പറയുന്നത്. സപ്പോസ് എഫ് ആൻഡ് ജി ആർ മെറോമോർഫിക് ഇൻ എ നെയ്ബർഹുഡ് ഓഫ് ബി ബാർ എ ആർ വിത്ത് നോ സീറോസ് ഓർ പോൾസ് ഓൺ ദ സർക്കിൾ ഗാമ ഈസ് ഇക്വൽ ടു സെറ്റ് ഇസഡ് സച്ച് ദാറ്റ് മോഡ് ഇസഡ് മൈനസ് എ ഈക്വൽ ടു ആർ ഇഫ് ഇസഡ് എഫ് ഇസഡ് ജി ഓർ PF, PG are the number of zeros or poles of G and F inside gamma counted according to their multiplicities, and if mod f of z plus g of z less than
mod f of z plus mod f g of z on gamma, then zf minus pf equal to zg minus pg. Proof given mod f of z minus plus g of z less than mod f of z plus mod g of z എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യാണ് ത്രൂ ഔട്ട് ബൈ ജി ഓഫ് ഇസഡ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും മോഡ് എഫ് ഓഫ് ഇസഡ് ബൈ ജി ഓഫ് ഇസഡ് പ്ലസ് 1 ആവും, ലെസ് ദാൻ മോഡ് എഫ് ഓഫ് ഇസഡ് മൈനസ് ബൈ ജി ഓഫ് ഇസഡ് പ്ലസ് 1 ഓൺ ഗാമയിൽ കിട്ടും. ഇഫ് ലാംഡയുടെ വാല്യൂ നമ്മൾ എഫ് ഓഫ് ഇസഡ് ജി ഓഫ് ഇസഡ് എന്ന് പറഞ്ഞെടുക്കുക. എന്ന് വെച്ചാൽ എഫ് ഓഫ് ഇസഡ് ബൈ ജി ഓഫ് ഇസഡിനെ നമ്മൾ ലാംഡ എന്ന് വിളിക്കുകയാണ്. പോരാത്ത അതുപോലെ തന്നെ ലാംഡ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറും കൂടെ ആണെങ്കിൽ നമുക്ക് മോഡ് മാറ്റിയിട്ട് അതിനെ എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ ഇൻഇക്വാളിറ്റി എങ്ങനെയാവും? ലാംഡ പ്ലസ് 1 ലെസ് ദാൻ ലാംഡ പ്ലസ് 1 എന്നാവും. അതൊരു കോൺട്രഡിക്ഷൻ ആവും. എന്ന് വെച്ചാൽ ലാംഡ ഇവിടെ പോസിറ്റീവ് റിയൽ നമ്പർ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു കോൺട്രഡിക്ഷൻ ഉണ്ടായത്. അപ്പം ഈ മെറോമോർഫിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ബൈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത് ഗാമയിൽ നിന്നും ഒമേഗയിലേക്കായിരിക്കും. ആ ഒമേഗ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൽ നിന്നും പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനെ മാറ്റിയിട്ടുള്ളതായിരിക്കും. കാരണം ഇവിടെ ലാംഡ നമ്മൾ പോസിറ്റീവ് റിയൽ നമ്പറായിട്ട് എടുത്തപ്പോഴാണ് നമുക്കിവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നത്. അതുകൊണ്ട് കോംപ്ലക്സിൽ നിന്ന് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ഈ മെറോമോർഫിക് ഫംഗ്ഷൻ എഫ് ബൈ ജി എന്ന് പറയുന്നത് ഗാമയിൽ നിന്നും ഒമേഗയിലേക്ക് മാപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ എൽ എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് ലോഗരിതം ഓൺ ഒമേഗയാണ്. ദെൻ എൽ ഓഫ് എഫ് ഓഫ് ഇസഡ് ബൈ ജി ഓഫ് ഇസഡ് ഈസ് എ വെൽ ഡിഫൈൻഡ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ പ്രിമിറ്റീവ് ഫോർ എഫ് ബൈ ജി dash into f by g the whole inverse in a neighborhood of gamma. Thus 0 is equal to 1 by 2 pi I integral gamma of g f by g dash into f by g the whole inverse. L എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് ലോഗരിതം ഓൺ ഒമേഗയാണ്. എൽ ഓഫ് എഫ് ഓഫ് ഇസഡ് ബൈ ജി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ഫോർ എഫ് ബൈ ജി ഡാഷ് ഇൻറ്റു എഫ് ബൈ ജി ദ ഹോൾ ഇൻവേഴ്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ബ്രാഞ്ച് ഓഫ് ലോഗരിതത്തിൽ പഠിച്ചിട്ടുണ്ട് ഇസഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു എഫ് ഓഫ് ഇസഡ് ആണ്. അപ്പം ലോഗ് ഇസഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് ഇസഡ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഇസഡിന് പകരം എഫ് ബൈ ജി കൊടുക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എഫ് ബൈ ജി എന്ന് പറയുന്നത് 1 ബൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. നമുക്കതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ബൈ എഫ് ബൈ ജി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ബൈ ജി എന്നായിരിക്കും. എന്തിൻ്റെ ലോഗ് എടുക്കുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എഫ് ബൈ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എഫ് ബൈ ജി ദ ഹോൾ ഡെറിവേറ്റീവ് ഇൻറ്റു എഫ് ബൈ ജി ദ ഹോൾ ഇൻവേഴ്സ് എന്നാണ്. എന്ന് വെച്ചാൽ എൽ ഓഫ് എഫ് ബൈ ജി എന്ന് പറയുന്നതാണ് ലോഗ് ഓഫ് എഫ് ബൈ ജിയുടെ വാല്യൂ, ലോഗ് ഓഫ് എഫ് ബൈ ജി. അപ്പോൾ ഈ എൽ ഓഫ് എഫ് ബൈ ജി എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ഫോർ എഫ് ബൈ ജി ദ ഹോൾ ഡാഷ് ഇൻറ്റു എഫ് ബൈ ജി ദ ഹോൾ ഇൻവേഴ്സ് ആയിരിക്കും. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ആണെന്നാണ് അർത്ഥം. എന്നുവെച്ചാൽ എൽ ഓഫ് എഫ് ബൈ ജി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഫോർ എഫ് ബൈ ജി ഡാഷ് ഇൻറ്റു എഫ് ബൈ ജി ദ ഹോൾ ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടി 0 ഈക്വൽ ടു 1 ബൈ 2 പൈ ഐ ഇൻ്റഗ്രൽ ഗാമ എഫ് ബൈ ജി ഹോൾ ഡാഷ് ഇൻറ്റു എഫ് ബൈ ജി ദ ഹോൾ ഇൻവേഴ്സ്. കാരണം കോഷി തിയറം വെച്ചിട്ട് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റിംഗ് ഓവർ എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് സി എന്ന് പറയുന്നത് ഓൾവേസ് 0 ആണെന്ന് നമുക്കറിയാം. ഇവിടെ ഗാമ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സർക്കിളാണ്
ഗാമ എന്ന് പറയുന്നത് സർക്കിളാണ്. അപ്പോൾ അതൊരു ക്ലോസ്ഡ് കർവാണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രലിൽ എടുത്തേക്കുന്ന ഒരു ക്ലോസ്ഡ് കർവിലാണ് ഒരു അനലിറ്റിക് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന ഒരു ക്ലോസ്ഡ് കർവിലായതുകൊണ്ട് അതിൻ്റെ വാല്യൂ എന്താവും? 0 ആയിപ്പോവും. ഇനി എഫ് ബൈ ജി ദ ഹോൾ ഡാഷ് ഇൻറ്റു എഫ് ബൈ ജി ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 0 = 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ ഗാമ എഫ് ഡാഷ് ബൈ എഫ് മൈനസ് ജി ഡാഷ് ബൈ ജി എന്ന് കിട്ടി. ഇനി അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. എഫ് ബൈ ജി ദ ഹോൾ ഡാഷ് ഇൻറ്റു എഫ് ബൈ ജി ദ ഹോൾ ഇൻവേഴ്സ് = ജി ഇൻറ്റു എഫ് ഡാഷ് മൈനസ് എഫ് ഇൻറ്റു ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ ഇൻറ്റു 1/f/g equal to g into f dash minus f into g dash divided by g square into g by f. ജിയും ജിയും ക്യാൻസൽ ആവും. എന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ജി ഇൻറ്റു എഫ് ഡാഷ് ഡിവൈഡഡ് ബൈ ജി എഫ് മൈനസ് എഫ് ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി എഫ്. ജിയും ജിയും ആദ്യത്തേത് ക്യാൻസൽ ആവും. അപ്പം നമുക്ക് എഫ് ഡാഷ് ബൈ ജി എഫ് മൈനസ് ജി ഡാഷ് ബൈ ജി എന്ന് കിട്ടും. ആ വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. അപ്പം അതിനെ ഇൻ്റഗ്രൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അപ്പം 0 = 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് ഡാഷ് എഫ് മൈനസ് എഫ് ഡാഷ് ബൈ എഫ് മൈനസ് 1/2π ഇൻ്റഗ്രൽ ഗാമ ജി ഡാഷ് ബൈ ജി എന്ന് കിട്ടി. ഇനി ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം 0 = ZF മൈനസ് പി എഫ് മൈനസ് ZG മൈനസ് പി ജി ആണെന്ന്. കാരണം ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ ഗാമ എഫ് ഡാഷ് ഓഫ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് ഡി എസ് എഡ് = നമ്പർ ഓഫ് സീറോസ് മൈനസ് നമ്പർ ഓഫ് ഇസഡ് പോൾസ് ആണ്. ഇവിടെ ഫംഗ്ഷൻ്റെ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ നമ്പർ ഓഫ് സീറോസിനെ നമ്മൾ ഇസഡ് എഫ് എന്നും നമ്പർ ഓഫ് പോൾസിനെ പി എഫ് എന്നുമാണ് ഡിനോട്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് സീറോസ് ഓഫ് ജീനെ ഇസഡ് ജീന്ന്, നമ്പർ ഓഫ് പോൾസ് ഓഫ് ജീനെ പി ജി എന്നുമാണ് ഡിനോട്ട് ചെയ്തത്. അപ്പം രണ്ടും ഇവിടെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് ഈക്വൽ ടു വിച്ച് ഇംപ്ലൈസ് ZF മൈനസ് പി എഫ് ഈക്വൽ ടു ZG മൈനസ് പി ജി എന്ന് കിട്ടി. നമുക്കിതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മൾ ആ തിയറം പ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു ചെറിയ നോട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ തിയറമാണ്. ഇഫ് എഫും ജിയും അനലറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് സി ആണെങ്കിൽ, ഒന്നെങ്കിൽ ആ കർവിൽ അല്ലെങ്കിൽ ആ കർവിനകത്ത് എഫും ജിയും അനലറ്റിക് ആണെങ്കിൽ, ഇഫ് മോഡ് എഫ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ മോഡ് ജി ഓഫ് ഇസഡ് ഓൺ സി ആണെങ്കിൽ, ഇങ്ങനെ ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെങ്കിൽ ദെൻ എഫ് ഓഫ് ഇസഡ് ആൻഡ് എഫ് ഓഫ് ഇസഡ് പ്ലസ് ജി ഓഫ് ഇസഡ് ബോത്ത് ഹാവ് സെയിം നമ്പർ ഓഫ് സീറോസ് ഇൻസൈഡ് സി. എന്ന് വെച്ചാൽ എഫും ജി എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ് സി എന്ന് പറയുന്ന കർവിലും അതിൻ്റെ ഇൻസൈഡും അനലറ്റിക് ആണെങ്കിലും മോഡ് ജി ഓഫ് ഇസഡ് ലെസ് ദാൻ മോഡ് എഫ് ഓഫ് ഇസഡ് ആണെങ്കിലും ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം എഫ് ഓഫ് ഇസഡ് ആൻഡ് എഫ് ഓഫ് ഇസഡ് പ്ലസ് ജി ഓഫ് ഇസഡ് എന്ന് പറയുന്നതിന് ഈ രണ്ടിനും സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും അവിടെ കർവിൻ്റെ ഉള്ളിൽ. സി എന്ന് പറയുന്ന കർവിൻ്റെ ഉള്ളിൽ എഫ് ഓഫ് ഇസഡിനും എഫ് ഓഫ് ഇസഡ് പ്ലസ് ജി ഓഫ് ഇസഡിനും സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും. Thank you.